Assalamualaikum. Hi friends, welcome to my channel Journeys of Life. So നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ബർഗർ പാറ്റീസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതിന് വേണ്ടി വേണ്ടത് കുറച്ച് ചിക്കൻ എടുക്കുക. അപ്പം ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് മല്ലി ഇല എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ അരക്കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മല്ലിയിലയും സവാളയും വെളുത്തുള്ളിയും ഞാനൊരു ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതും ഒന്ന് ചിക്കനിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് എടുത്തത്. അപ്പോൾ മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് പെപ്പറും കുറച്ച് സോൾട്ടൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. നന്നായിട്ട് ചിക്കനിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ എണ്ണ കുറച്ച് തടവിയതിന് ശേഷം അതൊന്ന് പരത്തി കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് ഞാൻ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം, അല്ലെങ്കിൽ കൈയോട് തന്നെ റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ. ഞാനിതൊന്ന് കൂൾ ചെയ്തെടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ച് എണ്ണയാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് എണ്ണയിലും നമുക്ക് അതിനെ വേവിച്ചെടുക്കാം. പക്ഷെ നന്നായിട്ട് നിങ്ങൾ 20 to 25 മിനിറ്റ്സ് അതിനെ ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കണം. ചിക്കനല്ലേ, അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് തന്നെ കഴിക്കുക. അപ്പോൾ നമ്മുടെ പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്രെഡിലാണ് ചെയ്യുന്നത്. ബ്രെഡ് സാൻഡ്വിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കക്കിരി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളിയും മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം കക്കിരി വെച്ചു, പിന്നെ ടൊമാറ്റോ അതിൻ്റെ മേലെ വെച്ചു. പിന്നെ ഞാൻ പാറ്റീസ് വെച്ചതിന് ശേഷം ചീസ് വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ട് മെല്ലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്, ചീസൊന്ന് മെൽട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. മയണൈസ് ഒഴിക്കുന്നുണ്ടെങ്കിൽ മയണൈസ് ഒഴിക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ചിക്കൻ നിങ്ങൾക്ക് കുറച്ചധികം വേണമെങ്കിൽ കുറച്ചധികം തന്നെ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ബർഗർ പാറ്റീസ് ഉണ്ടാക്കി ബർഗറോ സാൻഡ്വിച്ചോ ഉണ്ടാക്കി കഴിക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ബർഗർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നന്നായിട്ട് കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്.